കെ ഏറ്റവും പ്രിയങ്കരനായ APCC ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ജി സുബോധൻ, ശ്രീ വണ്ടന്നൂർ സദാശിവൻ, നമ്മുടെ ആശാ വർക്കർമാരുടെ മിനി, നമ്മുടെ ബഹുമാന്യരായ ആശാ വർക്കർമാർ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സമരം, രാപ്പകൽ സമരം 150ാമത്തെ ദിവസത്തെ ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ 4ാമത്തെ ദിവസം ഇവിടെ വന്നു തുടങ്ങിയതാണ്. ഇപ്പം എത്രാമത്തെ പ്രാവശ്യമാണ് വരുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. പക്ഷേ ഇത് ഞങ്ങൾക്കെല്ലാം, സമരരംഗത്തുള്ള എല്ലാവർക്കും ആവേശമാണ് നിങ്ങളെന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ ഈ പോരാട്ട വീര്യം എല്ലാവർക്കും, സമരരംഗത്ത് നീതിക്ക് വേണ്ടി പോരാടുന്ന ഈ വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും വലിയ ആവേശമാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ സ്ത്രീ ശക്തി എന്താണ് എന്ന് പുരുഷ മേധാവിത്വമുള്ള ഈ സമൂഹത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്തിക്കണം. എൻ്റെ കാര്യം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട സമരമാണ്. പിന്നെ സർക്കാരൊന്നും തരില്ല എന്ന് പറയുന്നു. അതിന് ജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറുപടി കൊടുക്കുന്നുണ്ട് സർക്കാരിനോട്. ഞാൻ അന്നിവിടെ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസം പറഞ്ഞു, UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഈ ജനവിരുദ്ധ സർക്കാരിനെ താഴെയിറക്കി UDF അധികാരത്തിൽ തിരിച്ചു വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം. ആദ്യത്തെ ക്യാബിനറ്റ് ഞാൻ ആവർത്തിക്കുകയാണ്, പറയേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ഒരു സംശയ കാര്യത്തിലില്ല. ഒന്നാമത്തെ പരിഗണനയാണ് നിങ്ങളുടെ ഈ കണ്ണീര് ഈ തലസ്ഥാന നഗരിയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും. ഒരു സംശയം വേണ്ട. തൊഴിലാളികൾ നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ ഭയങ്കരമായ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾ മുഴുവൻ തകർന്നു കഴിഞ്ഞു. കശുവണ്ടിയും കയറും കൈത്തറിയും എല്ലാം തകർന്നു. കൈത്തറി തൊഴിലാളികളുടെയൊക്കെ സ്ഥിതി പരിതാപകരമാണ്. അവരുടെ ചെറിയ കൂലി മാത്രം, അതുപോലും കൃത്യമായി 7 മാസമായി കൂലി കിട്ടി. ഇത്രയും വിഷമിക്കുന്നവർ, അവരാണ് നിങ്ങൾക്കിത് കൊടുത്തയച്ചത്. വലിയ സമ്മാനമൊന്നുമല്ല, പക്ഷേ അവരുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള ഈ സമരത്തിലുള്ള അവരുടെ ഐക്യദാർഢ്യവുമാണ് 7 മാസമായി കൂലി കിട്ടാത്ത കൈത്തറി തൊഴിലാളികൾ നിങ്ങൾക്ക് ഈ ഓണക്കോടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. 7 മാസമായി കൂലി കിട്ടാത്തവരാണ് കൈത്തറി തൊഴിലാളികൾ. അവരാണ് നിങ്ങൾക്ക് ഈ ഓണക്കോടി കൊടുത്തിരിക്കുന്നത്. അവരുടെ സ്നേഹം, അവരുടെ പിന്തുണ, അവരുടെ ഐക്യദാർഢ്യം എല്ലാം ഈ ഓണക്കോടിയിലുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ. ആദ്യമായിട്ടാണ് ഓണാശംസ ഈ വർഷത്തെ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം അവരെ കൂടി കാണാൻ ബാക്കിലോട്ടോ. ക്യാമറ സൈഡ് കുറച്ച് വേണ്ട. ക്യാമറ വരുത്ത ഫ്രണ്ട് നിന്നിട്ട് ക്യാമറ ഒക്കല്ലേട്ടാ. എടുത്തോട്ടെ. ബാക്കി എല്ലാവർക്കും തൊഴിലാളികളുടെ